തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആയത്ത് ബോധ്യപ്പെട്ടാൽ, ഹദീസ് മനസ്സിലായാൽ അങ്ങോട്ട് മടങ്ങുക എന്നുള്ളതാണ് മൻഹജു സലഫ്. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും വുദൂ ചെയ്തു. വുദൂ ചെയ്ത സമയത്ത് ചില ആൾക്കാർ തലയുടെ മുടി തുടങ്ങുന്ന അവിടെ മുതൽ പെരടി വരെ പോയി, പിന്നെ പെരടിന്റെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ മടക്കി കൊണ്ടുവന്ന് തല പൂർണ്ണമായിട്ടും തടവി. ചില ആൾക്കാർ 3 തവണ ഇങ്ങനെ തോണ്ടിപ്പോന്നു, തലയുടെ ആ മുൻഭാഗം മാത്രം തോണ്ടി തടവിയിട്ട് വുദൂ ചെയ്തു. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വുദൂ ചെയ്തിരുന്നത്? അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു പറഞ്ഞ ഒരു പാത്രം കൊണ്ടുവരി, വെള്ളം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വുദൂ നേരിട്ട് കണ്ട സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂ ചെയ്തതുപോലെ വുദൂ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എങ്ങനെ തല തടവിയെന്ന് അറിയോ? സുമ്മ മസഹ റഅസഹു ബിയദൈഹി, 2 കൈകൾ കൊണ്ടും തല തടവി. ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ, ഇവിടുന്ന് തുടങ്ങി വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ബദഅ ബിമുഖദ്ദമി റഅസിഹി, മുടി വളർന്നു തുടങ്ങുന്ന അവിടുന്നാണ് തല തടവി തുടങ്ങുന്നത്. ഹത്താ ദഹബ ബിഹിമാ ഇലാ കഫാഹു, എന്നിട്ട് പരടി വരെ കൊണ്ടുപോയി. സുമ്മ റദ്ദഹുമാ ഇലൽ മകാനി അല്ലദി ബദഅ മിൻഹു, എവിടുന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. നബിയിൽ നിന്ന് വുദൂ നേരിട്ട് കണ്ട് പഠിച്ച സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തല തടവിയെന്നാ കാണിച്ചു കൊടുക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലെ 185 ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ പഠിച്ചു, കേട്ടു. ഇനി അസറിന് നമ്മൾ വുദൂ ചെയ്യുമ്പോഴും ഇത്ര കാലം ഞാൻ മദ്രസയിൽ പഠിച്ചതൊന്നുമല്ലല്ലോ, ഞങ്ങളെ മദ്ഹബിലുള്ളത് അങ്ങനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാള് തലന്റെ ഇവിടെ മാത്രം തോണ്ടി പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ല മൻഹജു സലഫ്.